എങ്കിൽ നമുക്കിനി വയനാട്ടിൽ പോയിട്ട് രാപ്പാർക്കാം. വയനാട്ടിൽ മുളകൾ പൂത്തോ എന്നും മുളകളിൽ നിന്ന് സംഗീതം വരുന്നുണ്ടോ എന്നും നോക്കാം. മുളയിൽ ജീവിതം മെനയാൻ തയ്യാറെടുക്കുകയാണ് വയനാട്ടിലെ ഒരു കൂട്ടം ഗോത്ര യുവജനങ്ങൾ. ഇലതൊട്ട വേര് വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് മുള. മുളയുടെ നാട് എന്നറിയപ്പെടുന്ന വയനാട്ടിൽ വനത്തിനകത്തും പുറത്തുമായി നിരവധി ഇനം മുളകളാണ് ഉള്ളത്. ഒരു കാലത്ത് ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായിരുന്നു മുള. അവരുടെ ഭക്ഷണം മുതൽ വാദ്യോപകരണങ്ങൾ വരെ മുള കൊണ്ടായിരുന്നു. മുളയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുഷ്ഠാനങ്ങളും ഗോത്രജനതയ്ക്കുണ്ട്. മുള കൊണ്ടുള്ള വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വാദ്യോപകരണങ്ങൾ തയ്യാറാക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടി. 2 ആഴ്ച നീണ്ടുനിന്ന പരിപാടിയിൽ 23 പേരാണ് പങ്കെടുത്തത്. മുളയിൽ നിന്ന് ഇത്രയധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായിരുന്നു. വീട് മുതൽ പ്ലേറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. നമുക്കൊരു യൂണിറ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പട്ടികജാതി പട്ടികവർഗ സെല്ലിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. മുള ഉൽപാദന രംഗത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പരിശീലകരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വാദ്യോപകരണങ്ങളടക്കം 50-ലധികം മുളയുൽപ്പന്നങ്ങളാണ് ഒരാഴ്ച കൊണ്ട് ഇവർ നിർമ്മിച്ചെടുത്തത്. മുളയുടെ പുതിയ കാല സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. കേരള വിഷൻ ന്യൂസ്, വയനാട്.